അലർജിക്കും ആസ്മയ്ക്കും കാരണം ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതാണ്. അതായത് ചില വസ്തുക്കളോട് ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ സെൻസിറ്റീവ് ആവുന്നു. ത്വക്ക് ചൊറിഞ്ഞു തടിക്കുക, തുമ്മൽ, മൂക്കടയുക, ശ്വാസതടസ്സം, ആസ്മ, തൊണ്ട ചൊറിയുക, കണ്ണ് ചൊറിയുക തുടങ്ങി അലർജി മൂലമുള്ള അസ്വസ്ഥതകൾ നിരവധിയാണ്. ഇത്തരം അലർജി പ്രശ്നങ്ങൾ മൂലമുള്ള അസ്വസ്ഥതകൾക്കായി മരുന്ന് കഴിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. എന്താണ് ഇതിന് കാരണം? എന്താണ് അലർജി? എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് അലർജിയുടെ ലക്ഷണങ്ങൾ? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായാൽ മാത്രമേ അലർജി മൂലമുള്ള അസ്വസ്ഥതകളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും മോചനം നേടാനാകൂ. ആസ്മയും അലർജിയും ഉള്ളവർ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ ആസ്മയും അലർജിയും മാറ്റാനാകും? അലർജിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ഏത് ഭാഗത്തിനാണോ അലർജിക് റിയാക്ഷൻ വരുന്നത് അതനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസം വരും. തൊലിപ്പുറമെയാണ് വരുന്നതെങ്കിൽ ചൊറിഞ്ഞു തടിക്കുക എന്നുള്ളതായിരിക്കും. ചുമപ്പ് നിറം, അല്ലെ തടിപ്പ് വരിക, ഇതൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ കണ്ണിനാണെങ്കിൽ കണ്ണിൽ ചൊറിച്ചിൽ വരികയായിരിക്കും. മൂക്കിലാണെങ്കിൽ പ്രധാനമായിട്ട് തുമ്മലായിട്ടായിരിക്കും വരുന്നത് ആദ്യം. അത് കഴിയുമ്പോഴേക്കും മൂക്ക് ബ്ലോക്ക് ആകുമായിരിക്കും, മൂക്ക് അടഞ്ഞു പോകുന്ന പോലെ ആയിരിക്കും വരുന്നത്. പിന്നെ തൊണ്ടയിലാണെങ്കിൽ, പിന്നെ വായിലാണെങ്കിൽ എപ്പോഴും തൊണ്ടയ്ക്കായിരിക്കും. നമ്മൾ എന്തെങ്കിലും കഴിച്ച് ഫുഡിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം ഐസ്ക്രീം പോലെയൊക്കെ എന്തെങ്കിലും തണുത്ത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ അല്ലെങ്കിൽ ചില സാധനങ്ങൾ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ചില സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ട ചൊറിയുന്ന പോലെ തോന്നും. അങ്ങനെ ഏത് അവയവത്തിനാണോ അലർജി ബാധിക്കുന്നത്, ഏത് അവയവത്തിലെ സെല്ലുകളാണോ ഈ അലർജിയായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് അതനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ശ്വാസകോശത്തിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ മൂക്ക്, തൊണ്ട, കണ്ണ് ഇതൊക്കെയാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുറം ലോകവുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്കിന്നിലായിരിക്കും. പിന്നെ നമുക്ക് ശ്വാസകോശത്തിലേക്കുള്ള അലർജിയാണ് നമുക്ക് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ വീസിങ് ആയിട്ട് ആസ്മ പോലെ നമുക്ക് തോന്നുന്നത്. പിന്നെ വയറിനെ സംബന്ധിച്ചും അസ്വസ്ഥതകൾ വരാം, അലർജി വരാം. അതിൽ വായിക്കുക എന്നാണ് ചില സാധനങ്ങളുണ്ട്, ചിലർക്ക് ഇട്ട് കഴിഞ്ഞ് അലർജി ഉള്ളത് കഴിച്ചു കഴിഞ്ഞാൽ തൊലി പോകുന്നത് പോലെ വരും, വായിക്കാത്ത തൊലി പോകുന്ന പോലെ വരും. അത് അന്നനാളത്തിലെയും തൊണ്ടയിലെയും ഒക്കെ വരാം, ചില പ്രശ്നമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒക്കെ അതുപോലത്തെ അലർജിയും കൂടെ വരാമെന്നുള്ളത്. പിന്നെ ഗ്യാസ് കെട്ട്, പിന്നെ ഉള്ളതൊരു അലർജിയുടെ ലക്ഷണമാണ് ഗ്യാസ് കെട്ടുക, ഛർദ്ദിക്കുക, വൊമിറ്റിങ് അല്ലെങ്കിൽ നോസിയ, ചിലത് ലൂസ് മോഷനായിട്ട് വരും. ഈവൻ പൈൽസ് എന്ന് പറയുന്നതിന് ഒരു അലർജിക് റിയാക്ഷനാണ്. പലർക്കും അറിയാം, പൈൽസ് ഉള്ളവർക്കറിയാം. ചിലപ്പോൾ നമ്മൾ ചില ഭക്ഷണം, പ്രത്യേകിച്ച് ചിക്കന്, എഗ്ഗ് ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പൈൽസ് ഉള്ളവർക്ക് നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും നമുക്ക് പൈൽസ് തോന്നുന്നത്. അതും ശരിക്കും പറഞ്ഞ ഒരു അലർജിക് റിയാക്ഷനാണ്. പിന്നെ സിവിയർ അലർജിക്കാണ് പറയുന്നത് അനഫിലാക്സിസ് എന്ന് പറയും. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പണ്ടൊക്കെ പെൻസിലിൻ ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് വളരെ കോമൺ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചില മരുന്നുകൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആള് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം വരെ വരാം. അതും അലർജിക് റിയാക്ഷൻ. അതിനെങ്ങനത്തെ സിവിയർ ഫാസ്റ്റായിട്ട് വരുന്ന അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് അനഫിലാക്സിസ് എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ ചില ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞിട്ട്, യൂഷ്വലി ഇഞ്ചക്ഷൻസ് കഴിഞ്ഞ് അല്ലെങ്കിൽ പിന്നെ വരുന്ന ഇൻസെക്ട് ബൈറ്റ്, ചില തേള് കുത്തുക അല്ലെങ്കിൽ കുളവി കുത്തുക ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ സിവിയർ, ചിലതരം ഈ ഫിഷർമാനൊക്കെ അറിയാം, ചിലതരം ഫിഷിൻ്റെ കുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പം സഡൻ അനഫിലാക്സിസ് റിയാക്ഷൻ വരാം. പിന്നെ വേറൊരു അലർജിയുടെ ലക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലരുടെയും തലവേദനയുടെ ഒരു കാര്യം അലർജിയാണ്. അത് അലർജി കൊണ്ട് രണ്ട് തരത്തിലുള്ള തലവേദന വരും. ഒന്ന് ആ ഫുഡുമായിട്ട് നമ്മുടെ ബ്രെയിനിന്, കാരണം സ്കിന്നിൽ നീർക്കെട്ട് വരുന്നതിനാണല്ലോ നമ്മൾ വീൽ അല്ലെങ്കിൽ തടിച്ചു വരിക എന്ന് പറയുന്നത്. ഇത് സെയിം റിയാക്ഷൻ നമുക്ക് തലയ്ക്കുള്ളിലും ഉണ്ടാവും. അല്ല, തലയുമായിട്ട് ബ്രെയിനിനുള്ളിലെ രക്തക്കൊഴലുകൾ യൂസ് ഔട്ട് ചെയ്യുന്ന, ആക്ച്വലി ഈ അനഫിലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രക്തക്കൊഴലുകളെയാണ് അത് ബാധിക്കുന്നത്. മെയിൻലി ഈ രക്തക്കൊഴലുകളുടെ അതിൻ്റെ ആ ഒരു അരിപ്പ പോലെയും കൂടെ, അതായത് അതിനകത്തുനിന്ന് ബ്ലഡിലെ
ആ സീറം മുഴുവൻ പുറത്തേക്ക് പോകും. അപ്പം ബ്ലഡ് വോളിയം കുറഞ്ഞു പോയാണ് ഈ അനഫിലാക്സിസ് വരുമ്പോൾ നമ്മളുടെ ഒരു ഏറ്റവും നമുക്ക് രക്തത്തിൻ്റെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5 ലിറ്റേഴ്സ് ബ്ലഡ് വേണം. അത് പെട്ടെന്ന് ഈ ബ്ലഡ് വെസലിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്ത് നീര് പോലെ വന്ന് ഉള്ളിലും നീര് വരും, എല്ലായിടത്തും വരും. അപ്പം ഉള്ളിൽ നീര് വരുമ്പോഴാണ് ഈ തൊണ്ട അടഞ്ഞു പോയി ശ്വാസം കിട്ടാതെയും വരും. അതിനൊപ്പം തന്നെ ബ്ലഡ് വോളിയം കുറഞ്ഞു പോകും. ഇതെല്ലാമാണ് ഈ അനഫിലാക്സിസ് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആൾ മരിച്ചു പോകാൻ കാരണം അതാണ്. ഇതേപോലെയുള്ള ചേഞ്ചസ് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ബ്രെയിനിനകത്ത് വരും. അപ്പോൾ അത് തലവേദനയായിട്ട് വരും. ഇത് കൂടാതെ ഈ റിപ്പീറ്റഡ് ആയിട്ട് സൈനസ് അതായത് നമ്മളുടെ ഈ എയർ പാസേജസിന് കുറേ നമ്മളുടെ ബോണുമായിട്ട് സ്കൾ ബോണാണല്ലോ, തലയൊട്ടിയിൽ കുറേ ക്യാവിറ്റീസ് ഉണ്ട്, അതിനകത്ത് നീർക്കെട്ട് വരും. അതാണ് നമ്മുടെ നീർക്കെട്ടും ഇൻഫെക്ഷനും വരുന്നതിനാണ് സൈനസൈറ്റിസ് വരുന്നത്. അപ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടന്നാലും എന്നിട്ട് അത് ബ്ലോക്കായിട്ട് അവിടെ വെള്ളം കെട്ട് അല്ലെങ്കിൽ പസ് കെട്ടിക്കിടക്കുക ചെയ്യുമ്പോഴും തലവേദന വരാം, അല്ലെങ്കിൽ ബ്രെയിനകത്ത് തന്നെ വരുന്നതിൻ്റെ പേരിലും തലവേദന വരാം. അപ്പം അലർജി എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഏത് ഭാഗത്തെയാണോ അത് ബാധിക്കുന്നതിനനുസരിച്ചിരിക്കും. നെക്സ്റ്റ് എന്ത് ബോഡിയിൽ ചേഞ്ച് വരുമ്പോഴേക്കാണ് ഈ അലർജിയുടെ ഈ ലക്ഷണങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വരുന്ന ഒരു പ്രോബ്ലം കൊണ്ടാണ് അലർജി. നമ്മളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിലൊരു ഡീറെയിൽമെൻറ്റ് വരും, അല്ലെങ്കിൽ ഒരു അസ്വാഭാവികമായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും അത് വരുന്നത്. അപ്പം നമ്മളുടെ ബോഡിയിലെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ഇന്നവേ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, യൂഷ്വലി അലർജി എന്ന് പറയുമ്പോൾ നമ്മളൊരു IgE മീഡിയേറ്റഡ് റിയാക്ഷനായിട്ട് ജനറലി നമ്മൾ ഇമ്മീഡിയറ്റ് ഉള്ളതൊക്കെ IgE മീഡിയേറ്റഡ് ആണ്. അതൊരു ടൈപ്പ് 1 റിയാക്ഷൻ എന്ന് പറയും. ശരിക്കും ഈ അലർജി അല്ല ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ റിയാക്ഷൻസ് എല്ലാം ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 4 രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന IgE, അതാണ് നമുക്ക് പലപ്പോഴും അലർജി ഉള്ളവരുടെ IgE നോക്കുമ്പോൾ ഒത്തിരി കൂടുതലുണ്ടാവും. ഈ IgEയും നമ്മളുടെ ഒരു ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് എന്ന് പറയുന്ന T സെൽസ്, നമ്മളുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു സെല്ലാണ്. T സെല്ലുണ്ട്, T2H സെൽസ് എന്ന് പറഞ്ഞ് വേറൊരു ടൈപ്പ് ഉണ്ട്, പിന്നെ B സെൽസ് ഉണ്ട്. B സെൽസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫോസൈറ്റ്സിൽ B സെൽസ് ഉണ്ട്. അതാണ് ശരിക്കും ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഇത് രണ്ടും കൂടി, ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും കൂടെ കൂടിയിട്ട് ഒരു മാസ് സെൽ എന്നും പറഞ്ഞുണ്ട്. അതാണ് നമ്മൾ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ പുറത്തേക്ക് വരും. ഈ ഹിസ്റ്റമിൻ പുറത്തു വരുമ്പോഴാണ് നമുക്ക് ഈ ചൊറിച്ചിലും തടിപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റമിൻ വരുമ്പോഴേക്കും പുറത്ത് വരുമ്പോഴേക്കും ഈ IgE അതാണ് ഈ മീഡിയേറ്റഡ് റിയാക്ഷൻ വരും. അപ്പോഴേക്കും നമ്മളുടെ രക്തക്കുഴലുകൾക്ക് ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു ഹിസ്റ്റമിൻ മീഡിയേറ്റഡ് റിയാക്ഷനാണ് യൂഷ്വലി വരുന്നത്. ഈ എല്ലാ അലർജി റിയാക്ഷനും ഈ ഇമ്മീഡിയറ്റ് വരുന്നതൊക്കെയാണ് IgE മീഡിയേറ്റ്. ചില റിയാക്ഷൻസ് പലപ്പോഴും ചിലതരം ഗുളികകളൊക്കെ കഴിച്ചിട്ട് പതുക്കെ ചൊറിഞ്ഞൊക്കെ തിരിക്കാൻ തുടങ്ങുമല്ലോ, ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് 2 റിയാക്ഷൻ എന്ന് പറയും. അതിൽ മറ്റേത് മാസൽ മീഡിയേറ്റഡും IgE ആണെങ്കിൽ ഇതിനകത്ത് IgGയും IgMും ആണ് വരുന്നത്. വേറൊരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് 3 റിയാക്ഷനാണ്. അതിൽ ഇമ്മ്യൂൺ കോംപ്ലക്സ് ആണ്. അത് ഇമ്മ്യൂണിറ്റിയിലെ ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും ഒക്കെ കൂടി ചിലപ്പോൾ കോംപ്ലിമെൻറ്റും ഒക്കെ കൂടി ഒരു കോംപ്ലക്സ് ആയിട്ടും വരും. അത് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അത് പലപ്പോഴും ചില ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷനൊക്കെ തൊണ്ടയ്ക്കൊക്കെ വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കുട്ടികളിലൊക്കെ നെഫ്രോട്ടിക് സിൻഡ്രോം, കിഡ്നിയൊക്കെ ബാധിക്കുന്ന പോലെയൊക്കെ വരാം. അപ്പോൾ അതൊരു ഒരു ടൈപ്പ് 3 റിയാക്ഷനാണ്. പിന്നെ ഉണ്ട് ടൈപ്പ് 4 റിയാക്ഷൻ. അത് ശരിക്കും സൈറ്റോടോക്സിക് റിയാക്ഷൻ എന്ന് പറയുന്നത് T സെൽ മീഡിയേറ്റഡ് ആണ് ബേസിക്കലി വരുന്നത്. അതിന് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ആ അലർജിക് റിയാക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് ചിലപ്പം പിള്ളേർക്കൊക്കെ കുട്ടികളിലൊക്കെ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും സ്കിന്നിലൊക്കെ ചുമന്നു വന്ന് സ്കിന്നൊക്കെ പൊളിയാനൊക്കെ തുടങ്ങുന്ന എല്ലാവരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഈ തക്കാളിപ്പനി എന്നൊക്കെ പറയുന്നത് അത് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ്.
ഇന്നവേ അത് ചില സാധനങ്ങൾ ഇപ്പം നമുക്ക് ഭക്ഷണത്തിൻ്റെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഭക്ഷണത്തിനോടല്ല അലർജി എന്ന് പറയും. ചിലതൊക്കെ ഇപ്പം ബാക്ടീരിയയോടോ വൈറസിനോടോ അല്ല മരുന്നുകളോടോ ഒക്കെ ഉള്ള ഒരു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അബ്നോർമലായിട്ട് പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ ഈ അലർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്താണ് ഇതിന് കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇങ്ങനെ ആവശ്യമില്ലാതെ അബ്നോർമലായിട്ട്? ഇപ്പം ചിലർക്ക് പാല് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ പീനട്ട് നമ്മുടെ നിലക്കടല കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ചിലർക്ക് അതിനോട് ഭയങ്കര റിയാക്ഷൻ ആയിരിക്കും. ഇപ്പം അമേരിക്കയിലൊക്കെ പീനട്ട് അലർജി ചിലപ്പം അനഫിലാക്സിസ് പോലെ ഉണ്ടായി. പീനട്ടുള്ള ഒരു ചെറിയ പീനട്ട് മീൻസ് ഈ നിലക്കടലയുടെ ഒരു അംശമുള്ള സാധനം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ സഡൻ കൊളാപ്സ്, അതായത് നമ്മൾ പെൻസിൽ ഇഞ്ചെക്ഷൻ എടുക്കുന്ന പോലെയുള്ള റിയാക്ഷൻ വരുന്നവരുണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല. നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് ഇപ്പം നിലക്കടലയോടൊന്നും ഉള്ളൊരു അലർജി കാണാറില്ല. ഈ വെസ്റ്റേൺ കൺട്രീസിൽ അമേരിക്കയിലൊക്കെ പീനട്ട്, സോയ് പ്രോഡക്ട്സ്, അങ്ങനെ പിന്നെ നമ്മൾ ഈ ചില ഷെൽ ഫിഷുകളൊക്കെ പോലെയുള്ളതിനോടാണ് ചിലർക്ക് സഡൻ റിയാക്ഷൻ പോലെ വരും. അപ്പം അതിന് തന്നെ അപ്പം നമ്മൾ ഈ അലർജിയുടെ ഒരു കാര്യം എടുക്കുന്നത് നമ്മൾ പ്രൈമറി റൂട്ട് കോസിൽ വരുന്ന ഒന്ന് ജെനറ്റിക്സ് ആണ്, പിന്നെ ഉള്ളത് ലൈഫ് സ്റ്റൈലാണ്. ഇപ്പം ജെനറ്റിക്സിൽ ഇപ്പം നമുക്ക് നമ്മളുടെ ഫാമിലിയിൽ ഒരു സാധനത്തിനോട് അലർജി ഉള്ള അച്ഛനോ അമ്മയ്ക്കോ ഒരു അലർജി ഉണ്ടെങ്കിൽ അത് മക്കളിലേക്ക് വരാനുള്ള ചാൻസ് ഡെഫിനറ്റ്ലി കൂടുതലായിരിക്കും. അലർജിക് ടെൻഡൻസി ഡെഫിനറ്റ്ലി ഒരു ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് ലൈഫ് സ്റ്റൈലാണ്. അപ്പം ലൈഫ് സ്റ്റൈലിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സാധനം, ഇപ്പം നമുക്ക് അലർജി ഉണ്ട്, ഇപ്പം പീനട്ടിനോട് അലർജി ഉണ്ട്, നമ്മൾ പീനട്ട് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അലർജി റെസ്പോൺസ് കുറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഹൗസ് ടെസ്റ്റ്, ഏറ്റവും കൂടുതൽ കാണുന്ന ഹൗസ് ടെസ്റ്റ് ഡസ്മൈറ്റ് അലർജിയൊക്കെ, ആ ഡസ്മൈറ്റും ഡസ്റ്റ് ഇല്ലാത്ത നമ്മുടെ വീടും ഇതൊക്കെ ക്ലീനാക്കി ഡസ്മൈറ്റ് ഇല്ലാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനോടുണ്ടാവില്ല. പക്ഷെ നമുക്കപ്പം അച്ഛനോ അമ്മയ്ക്കോ ഈ ഡസ്മൈറ്റ് അലർജിയോ അല്ലെങ്കിൽ ഇതുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ മറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഈ അലർജൻസ് ഒക്കെ ഉള്ളിൽ ചെല്ലുന്നത് ഒന്നെങ്കിൽ എയറിൽ കൂടെ, നമ്മുടെ ശ്വാസത്തിൽ കൂടെ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ, അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും അപ്ലൈ, നമ്മൾ എന്തെങ്കിലും സ്കിന്നുമായിട്ട് ടച്ച്, ഈ 3 രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ണിലോ മൂക്കിലോ ഒക്കെ വരുന്ന നേരെ കോണ്ടാക്ട് വരുന്നത്, ഈ രീതിയിൽ നമ്മുടെ ഉള്ളിൽ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം ടു മച്ച് ഓഫ് പൊളൂട്ടൻസ് നമ്മളുടെ ഇതിലുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ നമ്മുടെ എയറിൽ സിറ്റിയിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ടൗണിലാണ് താമസിക്കുന്നത്. അപ്പോൾ പുകയും ഇപ്പം ഡൽഹിയിലൊക്കെ ഉള്ളതില്ല പുക. ഇപ്പം നമ്മൾ ഒരു ഗ്രാമപ്രദേശത്താണെങ്കിൽ താമസിക്കുന്ന അവിടെ വലിയ പൊളൂട്ടൻ്റ് ഒന്നും ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ അവർക്ക് അലർജി മാനിഫെസ്റ്റ് ചെയ്തില്ലെങ്കിലും ഈ സെയിം ജെനറ്റിക്സ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു കുടുംബപരമായിട്ട് അലർജി ഉള്ള ഒരാൾ, അയാൾ താമസിക്കുന്നത് ഡൽഹി പോലെയുള്ള ഹൈ പൊള്യൂട്ടഡ് ഏരിയയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഈ സെയിം ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉള്ള ഒരാൾ നമ്മളൊരു റൂറൽ ഏരിയയിൽ അവിടെ ക്ലീൻ എയറും ക്ലീൻ വാട്ടറും ഒക്കെ ഉണ്ട്, വലിയ ഫുഡിലൊന്നും വലിയ കളറും പ്രിസർവേറ്റീവ് നാടൻ രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ള ഫുഡും ഒക്കെ കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പം വന്നേ ഇരിക്കുകയില്ല. പക്ഷെ നേരെ തിരിച്ച് മറ്റേ രീതിയിലുള്ള ഒരു ലൈഫാണെങ്കിൽ, ഒരു അർബൻ ലൈഫിലേക്ക് പോയി മോർ പൊള്യൂട്ടഡ് ഫുഡും മോർ പൊള്യൂട്ടഡ് വെള്ളവും വായുവും ഒക്കെ വരുമ്പോഴേക്കും അവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് വരുന്നത് പിന്നെ ന്യൂട്രീഷനാണ്. ഇപ്പം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ന്യൂട്രീഷൻ, അതായത് നമ്മുടെ പോഷകങ്ങളെ ബേസ് ചെയ്താണ്. അപ്പം ഏതെങ്കിലും ഒരു പോഷകത്തിൻ്റെ കുറവ്, ഈവൻ നമുക്കിപ്പോൾ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന വൈറ്റമിൻ ഡി കുറവായിരിക്കുമ്പം ഈ സെയിം ഒരേ ജനറ്റിക് പാരാമീറ്ററിലിരിക്കുന്ന ഒരാളാണ്, ആൾക്ക് 10, 20, 25 വയസ്സൊക്കെ വരെ നമ്മൾ പണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഓപ്പൺ എയർ സൺ എക്സ്പോഷറൊക്കെ കിട്ടി കളിക്കുകയൊക്കെ ചെയ്യും. അത് കഴിയുമ്പം ആ ആൾക്ക് ഒരു കുഴപ്പമില്ലാതിരുന്ന ആൾ 10, 24 വയസ്സ് വരെ അലർജി ഒന്നുമില്ലായിരുന്നു. പക്ഷെ 30, 35, 40 വയസ്സാകുമ്പോഴേക്കും അലർജിയും പ്രശ്നങ്ങളും കയറി വരുന്നത്. അപ്പോഴേക്കും അവരുടെ ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തു. ചിലപ്പോൾ അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകും, അതിൻ്റെ കൂടെ വെയിറ്റ് ഗെയിൻ വന്നിട്ടുണ്ടാകും. പിന്നെ നമ്മൾ ഈ പിള്ളേരൊക്കെ ആയിരിക്കുമ്പോഴെന്നുള്ളതിനേക്കാളും കൂടുതൽ മോർ ഫുഡ് കഴിക്കാൻ, മോർ ജോലിയൊക്കെ ചെയ്ത് IT-യിലൊക്കെ വർക്ക് ചെയ്ത് കൂടുതൽ ഇതൊക്കെ കിട്ടി. അപ്പം നമ്മൾ കൂടുതൽ ഈ കുറച്ചുകൂടെ കളറും പ്രിസർവേറ്റീവ്സും ഒക്കെ ഇട്ട് പേസ്ട്രിയും ബേക്കറി ഐറ്റംസും ഒക്കെ കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ടോക്സിൻസിൻ്റെ അളവ് കൂടും. അപ്പം ടോക്സിൻസിൻ്റെ അളവ് ഒരു സൈഡിൽ കൂടും, അതുപോലെ ന്യൂട്രീഷണൽ ഇംബാലൻസും വരും.
അപ്പം പല ഇങ്ങനത്തെ നമ്മൾ ഈ പ്രിസർവ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡിൽ പലപ്പോഴും വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറവായിരിക്കും. അപ്പോഴും വീണ്ടും അലർജിക്കുള്ള ചാൻസ് കൂടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ അലർജിയെ സംബന്ധിച്ചിടത്തോളം omega-3യും omega-6 ഇതൊരു എസെൻഷ്യൽ ഫാറ്റാണ്, നമ്മുടെ ഭക്ഷണത്തിലെ ഫാറ്റാണ്. അതിൽ നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡിലേക്കൊക്കെ പോകുമ്പോഴേക്കും ഒത്തിരി omega-6 കൂടുതലായിരിക്കും. omega-6 ആണ് ഇൻഫ്ലമേറ്ററി. അലർജിക് റിയാക്ഷൻ, അലർജി ആണേലും ആസ്മയാണേലും എല്ലാം ഇതെല്ലാം ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ്. അപ്പം ഈ ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യുന്നത് omega-6 ആണ്. ഇൻഫ്ലമേഷൻ്റെ അതിൻ്റെ ഹീലിംഗ് പാർട്ട് നോക്കുന്നത് omega-3 ആണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ഫുഡിൽ omega-3 തീരെ കുറവും omega-6 വെരി ഹൈയുമാണ് നമ്മളുടെ ഇന്നത്തെ അർബൻ ഫുഡും നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അർബൻ ഫുഡും റൂറൽ ഫുഡും തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാ സ്ഥലത്തും ബേക്കറി ഉണ്ട്. ഇപ്പോൾ ബേക്ക്ഡ് ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ് ഇതൊക്കെ വരുമ്പം ഈവൻ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെ തന്നെയാണെങ്കിലും വെജിറ്റബിൾ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ്. ഇപ്പം കമ്പാരിറ്റീവ്ലി വെളിച്ചെണ്ണയിലാണ് omega-3യും 6ഉം ഇല്ല, അതുകൊണ്ട് വലിയ ഇംബാലൻസ് വരില്ല. അല്ലാത്ത മിക്കവാറും ഉള്ള എല്ലാ വെജിറ്റബിൾ ഓയിലും, സൺഫ്ലവർ, കടല എണ്ണ, റൈസ് ബ്രാൻ ഓയിൽ, ഇങ്ങനെ എള്ളെണ്ണ, ഇതിലെല്ലാം omega-6 കൂടുതലാണ്. അപ്പം നമുക്കിപ്പം എണ്ണ ഓയിലിനൊന്നും വലിയ വിലയില്ല, നമുക്ക് ലാവിഷായിട്ട് കിട്ടാനുള്ളതുകൊണ്ട് മോർ ഫ്രൈഡ് ഐറ്റംസ് യൂസ് ചെയ്യുമ്പോഴേക്കും ഈ ബാലൻസ് തെറ്റും. omega-3 ആണെങ്കിൽ നമുക്ക് കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിലൊന്നും തന്നെ omega-3 കാര്യമായിട്ടില്ല. പിന്നെ ആകെ omega-3 കിട്ടുന്നത് നമുക്ക് ലീഫി വെജിറ്റബിൾസ്, കടുക്, കടല, ഉഴുന്ന്, അങ്ങനത്തെ അതിലൊക്കെ വളരെ സ്മോൾ ക്വാണ്ടിറ്റി ഉള്ളൂ. പിന്നെ നമ്മളുടെ ചാളയൊന്നും എപ്പോഴും കിട്ടുകയില്ലല്ലോ. അപ്പം സാൽമൺ ഫിഷ് നമുക്കിവിടെ കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളതിൽ മാത്രമേ ഈ omega-3 ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ omega-3-6 ബാലൻസ് കൂടുമ്പോൾ ഇൻഫ്ലമേഷൻ ലെവൽ ഹൈ ആയി അലർജിക് റിയാക്ഷൻ, ഇങ്ങനത്തെ റിയാക്ഷൻസ് വന്ന് അലർജി വരാനുള്ള ചാൻസ് കൂടും. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഈ അലർജി അലർജി ആണെങ്കിലും ആസ്മയാണേലും കൂടാനുള്ള കാരണം ടോക്സിൻസ് കൂടുതലുണ്ടെന്നുള്ളതാണ്. ഇപ്പം ടോക്സിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂട്രീഷൻ അല്ലാത്ത എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോക്സിനായിട്ട് നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, എന്ത് സാധനം നമ്മുടെ ബോഡിയിൽ എത്തിയാലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ, ശത്രുവാണോ മിത്രമാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഈ ടു മനി ഐറ്റംസ് വരുമ്പോഴേക്കും അവർക്ക് അവരുടെ ആ ബാലൻസ് പോകും. അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് കുറച്ച് പണിയെ ചെയ്യാണെങ്കിൽ നമുക്കത് വൃത്തിയായിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഒത്തിരി വർക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ എയറിൽ ഒത്തിരി പൊള്യൂട്ടൻസ് ഉള്ളതാണെങ്കിൽ, പിന്നെ അതുപോലെ എയർ പൊള്യൂഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള വാട്ടറിലേക്കും പൊള്യൂഷൻ വന്നിട്ടുണ്ടാവും. പിന്നെ ഫുഡിലാണെങ്കിൽ ഈ കളറും പ്രിസർവേറ്റീവും എല്ലാം നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ടോക്സിനാണ്. പിന്നെ ഇപ്പം നമ്മുടെ ഉപയോഗം കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം, ഈ കളറ്, തലയിൽ ഇടുന്ന ഡൈയും, പിന്നെ ഹെയർ സ്ട്രൈറ്റ്നർ, പിന്നെ എന്തോരം കോസ്മെറ്റിക്സ്, ഈവൻ കുട്ടികൾ മുതൽ നമ്മൾ ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസും അതുപോലത്തെ സാധനങ്ങളും കണ്ണിന് എഴുതാൻ, ഇങ്ങനെ സോ മെനി ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യും. ഇതിനകത്തെല്ലാം കെമിക്കൽസ് വന്നു. ഇപ്പോൾ പഴയ കാലത്താണെങ്കിൽ കൺമഷി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബട്ടറിൽ നമ്മൾ കാർബൺ മാത്രമാണ്, അതിനധികം പോയിസൺ വരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ അതിനകത്ത് ഇപ്പോൾ കൺമഷി മുതലുള്ളതിന് ലെഡും പല കെമിക്കൽസ് വെച്ചിട്ടാണ്. എല്ലാ കോസ്മെറ്റിക്സിനും ധാരാളം കെമിക്കൽസ് വരും. ഇത് സ്കിന്നിൽ കൂടെയും കയറും, എയറിൽ പൊള്യൂഷൻ ഉണ്ടാകും. ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം എല്ലാവരും പെർഫ്യൂംസും ഇങ്ങനത്തെ ഇതൊക്കെ ഒരു പൊള്യൂട്ടൻ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ വെള്ളത്തിലാണെങ്കിലും നമ്മൾ കോർപ്പറേഷൻ വെള്ളം, അത് പലപ്പോഴും ഇപ്പം കൊച്ചിലെ സംബന്ധിച്ചിടത്തോളം പെരിയാറിലെ വെള്ളമാണ്. അത് സോ മെനി ഫാക്ടറികളിൽ നിന്നുള്ള വേസ്റ്റും കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കലെല്ലാം അതിനകത്ത് വന്ന് വാട്ടറും പൊള്യൂട്ടഡ് ആയിരിക്കും. പിന്നെ ഫുഡിനകത്തെ കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും എല്ലാം ഒരു സൈഡ്, കോസ്മെറ്റിക്സ്, ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും നമ്മുടെ ടോക്സിൻ ലെവൽ സോ ഹൈ ആവുന്നു. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ബാലൻസ് തെറ്റാനുള്ള ഒരു റീസൺ ഇങ്ങനെ വരും. പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് സെഡൻഡറി ലൈഫ്, നമ്മൾ എക്സസൈസ് വരുന്നില്ല. അപ്പം നമ്മൾ ഈ സർക്കുലേഷൻ ഇല്ലാതെ, രക്തയോട്ടം കറക്റ്റ് ആവാതെ നമ്മളുടെ ബോഡിയിൽ
ആ സെല്ലുലാർ ലെവലിൽ തന്നെ സെല്ലുലാർ വേസ്റ്റിൻ്റെ റിമൂവൽ പോലും പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നു. അപ്പം ഈ വേസ്റ്റ് അടിഞ്ഞു കൂടുന്നതും അതുപോലെ നമ്മളുടെ ഫാറ്റിൽ നമ്മൾ ഓവർ വെയിറ്റ് വരുമ്പോഴേക്കും ഫാറ്റ് ബോഡിയിൽ കൂടുകയാണ്, അതിനകത്തേക്ക് വീണ്ടും ടോക്സിൻസ് അടിഞ്ഞു കൂടും. ഇതെല്ലാം കൂടി ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഓവർ വെയിറ്റും ഒക്കെ കൂടി വരുമ്പോൾ ആ രീതിയിലുള്ള വേസ്റ്റ് റിമൂവൽ മാറ്റാത്തതിൻ്റെ പേരിലും ഉള്ള ഇത് വരും, ബാലൻസ് തെറ്റലുകൾ വരുന്നു. അതുകൂടാതെ നമ്മുടെ ഈ ഫാറ്റ് കൂടുന്നതനുസരിച്ച് omega-3 ബാലൻസ് തെറ്റും, omega-3-6 ബാലൻസ്. അപ്പം നമ്മളുടെ ഫാറ്റിനകത്ത്, ഈ അക്യുമുലേറ്റഡ് ഫാറ്റിനകത്ത് omega-6 കൂടുതലുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇൻഫ്ലമേഷൻ ലെവൽ കൂടും, അലർജി സാധ്യത കൂടും. നെക്സ്റ്റ്, ഈ അലർജി ഉള്ളവർക്ക് എന്ത് പരിശോധനയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം നമ്മൾ അലർജി പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കും. നമ്മുടെ അലർജി ലെവൽ അറിയാനായിട്ട് ഒന്ന് ആൻറ്റിബോഡി ലെവലാണ്, അതിൽ നമ്മൾ IgE നോക്കും, പിന്നെ IgG ലെവൽ, അത് രണ്ടുമാണ്. പിന്നെ MO AO ഒന്നും വെച്ചിട്ട് നമുക്ക് നോക്കാൻ ഇപ്പോഴും ഉള്ള നമുക്ക് ഫെസിലിറ്റീസ് ആയിട്ടില്ല. പിന്നെ ഉള്ളത് ബ്ലഡിൽ ഇയോസിനോഫിൽ കൗണ്ടും നമ്മൾ ഈ ഇതുമൊക്കെ ആയിട്ടും, ഇയോസിനോഫിൽ യൂഷ്വലി അലർജിക് റിയാക്ഷൻ ഉള്ള പ്രത്യേകിച്ചും ഈ IgE മീഡിയേറ്റഡ് അലർജി ഉള്ളവർക്ക് ഇയോസിനോഫിൽ കൗണ്ട് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് നമ്മളത് ജനറൽ അലർജിയുടെ ഒരു ഇതാണ് IgEയും ഇയോസിനോഫിൽ കൗണ്ടും ഒക്കെ വെച്ച് കിട്ടുന്നത്. പിന്നെ ഏതിനോടാണെന്ന് അലർജി ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് നമ്മൾ സ്കിൻ പ്രിക്ക്, നമ്മൾ സ്കിന്നിൽ ഓരോ അലർജനെ വെച്ച് അതിനോടുണ്ടോ എന്ന് നോക്കുമായിരുന്നു, പാച്ച് ടെസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ അതൊന്നും അത്ര സെൻസിറ്റീവ് അല്ല. അതിലിപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സെൻസിറ്റീവായിട്ട് ബ്ലഡ് ടെസ്റ്റ് തന്നെ, ഒരു ബ്ലഡ് സാമ്പിളിൽ നിന്ന് തന്നെ, മറ്റാകുമ്പോൾ കുറേ ടെസ്റ്റുകളും ചെയ്യണം, അതിൻ്റെ സെൻസിറ്റിവിറ്റിയും കുറവാണ്. ഇപ്പം ബ്ലഡിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോൾ IgE മീഡിയേറ്റഡ് ആണെങ്കിലും IgG മീഡിയേറ്റഡ് ആണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 10-200 ഒരു അതിൽ നിന്നൊക്കെ തന്നെ 200 ഐറ്റംസ്, അതിന് ഇൻഹേലൻസ്, ഫുഡിൽ വെജിറ്റബിൾ ഫുഡ്, നോൺ വെജിറ്റേറിയൻ ഫുഡ്, അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മുടെ ബോഡി ഏതിനോടാണ് റിയാക്ട് ചെയ്യുന്നത്, ഏതിനോടാണ് നമുക്ക് അലർജി ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എല്ലാ ഇതും നമുക്ക് ടെസ്റ്റുകൾ വഴി കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് 5 എക്സ്ക്ലൂഷൻ വഴി, അതായത് നമ്മൾ ഫുഡ് നോക്കി കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ കഴിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ആസ്പെക്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലതരം മരുന്നുകളുണ്ട്. അലർജിക് റിയാക്ഷൻസ് വരുമ്പോൾ നമുക്ക് എടുക്കാനായിട്ടുള്ള കഴിക്കുന്ന മരുന്നുണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, പിന്നെ മൂക്കടപ്പൊക്കെ ആയിട്ട് മൂക്ക് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് മൂക്കി ഡ്രോപ്സ് ഉണ്ട്, പിന്നെ സ്പ്രേ ഉണ്ട്, പ്രൊഫൈലാക്റ്റിക് ആയിട്ടും അന്നേരത്തെ സിംറ്റമാറ്റിക് റിലീഫും വരാതിരിക്കാനും ഒക്കെയുള്ള സ്പ്രേ ഉണ്ട്, ഇൻഹേലേഴ്സ് ഉണ്ട്, പിന്നെ സ്കിന്നിലിടാൻ ഓയിൻമെൻ്റ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകളുണ്ടെന്ന്. പിന്നെ എമർജൻസി സിറ്റുവേഷനിലാണ്, അതായത് ഒരാൾക്ക് സിവിയർ റിയാക്ഷനായിട്ട് ഒരു അനഫിലാക്സിസ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ് നമ്മുടെ തന്നെ ഒരു ഹോർമോണാണ് അതിൽ, അതായത് നമ്മളുടെ ബോഡി ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് തന്നെ കോൺട്രാക്ട് ചെയ്യുന്ന കുറേ സിസ്റ്റംസ് ഉണ്ട്. അഡ്രിനൽ ഹോർമോൺ എന്ന് പറയുന്നതാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അത് ഈ അനഫിലാക്റ്റിക് ഷോക്ക്, അതായത് ഈ പെൻസിൽ ഇഞ്ചെക്ഷനൊക്കെ എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് ഇഞ്ചെക്ഷൻ ഇത് വന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസെക്ട് ബൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്രിനാലിനാണ് കൊടുക്കുക. ഇൻസെക്ട് ബൈറ്റൊക്കെ വന്നാൽ നമുക്ക് അവിടെ വരെ എത്തിക്കാൻ ചിലപ്പോൾ തന്നെ പറ്റിയെന്നിരിക്കുകയില്ല. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിൽ അഡ്രിനാലിൻ കൊടുക്കും. പിന്നെ സ്റ്റിറോയിഡ് ഹോർമോൺസ്, അതും നമ്മുടെ ബോഡിയിൽ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഈ അഡ്രിനൽ ഹോർമോണും സ്റ്റിറോയിഡ് ഹോർമോൺസുമാണ് നമുക്കിപ്പോഴും ലൈഫ് സേവിങ് ആയിട്ട്, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഓവർ റിയാക്ഷനെ ക്വയറ്റൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളും ഈ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള അഡ്രിനാലിനും സ്റ്റിറോയിഡ്സും തന്നെയാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ. പിന്നെ നമ്മളുടെ കുറച്ചും കൂടി ലോവർ ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ ആൻറ്റിഹിസ്റ്റമിൻസ്, അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സെൽസ് തന്നെ പുറത്തുവിടുന്ന ഒരു ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് നമുക്ക് റിയാക്ഷൻ എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഹിസ്റ്റമിനെ ബ്ലോക്ക് ചെയ്യാനുള്ള, അതാണ് നമ്മൾ ഈ സാധാരണ പഴയകാലത്ത് യാവില്, സെട്രിസിൻ, പിന്നെ മോണ്ടുലുക്കാസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഇപ്പം അലർജിയും ആസ്മയൊക്കെ ഉള്ളവർക്ക് മിക്കവാർക്കും പേർക്കും ഈ മരുന്നുകളുടെയൊക്കെ പേര് തന്നെ അറിയായിരിക്കും. ഇത്തരം മരുന്നെല്ലാം ആ ഗ്രൂപ്പിൽ വരുന്നതാണ്. പിന്നെയുള്ളത് ഇമ്മ്യൂണോതെറാപ്പി ആണ് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ ഈ ഏജൻസി തന്നെ ഇമ്മ്യൂണോതെറാപ്പിയിൽ ഭാഗമാണ്. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞ് ഈ അലർജനെ തന്നെ ഇഞ്ചെക്ട് ചെയ്യുന്നൊരു ഇതുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പോലെയുള്ളതിനല്ല, ഈ
ഇൻഹേലൻസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ കിട്ടിയില്ല. അങ്ങനെയുള്ള ഇപ്പം നമുക്ക് ചില ഹേ ഫീവർ, അതിനോട് അലർജി ഉള്ളവർക്കാണെങ്കിൽ കുറേശ്ശെ ഇഞ്ചെക്ട് ചെയ്ത് വെച്ച് അതിനോടുള്ള അലർജികളെ ഇഞ്ചക്ഷനായിട്ടും ഉണ്ട്, അത് നാക്കിനടിയിലിരുന്ന ഡ്രോപ്സ് ആയിട്ടും ഉണ്ട്. അങ്ങനെ പല രീതിയിൽ ഉള്ള ഇമ്മ്യൂണോതെറാപ്പികളുണ്ട്. അതൊരു ഇമ്മ്യൂണോതെറാപ്പി വിത്ത് ഡീസെൻസിറ്റൈസേഷൻ ചെയ്യുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരിടത്ത് ബ്ലോക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളാണ്. അത് ഈ അതിൻ്റെ എൻഡിൽ മാബ് എന്ന് പറഞ്ഞാൽ മോണോക്ലോണൽ ആൻറ്റിബോഡി എന്നുള്ള ഷോർട്ട് ഫോമാണ്. അതാണ് ഒമാറ്റിസുമാബ് എന്നും പറഞ്ഞിരുന്നുണ്ട്. അതും പിന്നെ അതുപോലെ മെപ്പോലിസുമാബ് എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ഇപ്പം പലതരം മാബുകൾ പുതിയതായിട്ട് ഓരോ രണ്ടോ മാസം കൂടുമ്പോൾ ഓരോ പുതിയ മരുന്നുകൾ വരുന്നുണ്ട്. അതും ഒരു രീതിയിൽ ഈ ഇമ്മ്യൂണിറ്റിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇപ്പോഴത്തെ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഒക്കെ കുറച്ചും കൂടി എക്സ്പെൻസീവ് മെഡിസിൻസ് ആണ്. ഒരു ഇഞ്ചക്ഷന് തന്നെ ഈ ആസ്മയ്ക്കും ഒക്കെ ഇൻട്രാക്റ്റബിളായിട്ട് ഒത്തിരി ഇങ്ങനെ ഒട്ടും പറ്റാതെ വരുമ്പം സിവിയർ അലർജിക്കൊക്കെ ഉള്ളവർക്ക് കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ ആഴ്ചയിലൊന്ന് വെച്ചും മാസത്തിലൊന്ന് വെച്ചും ഒക്കെ എടുക്കണം. ഓരോ ഇഞ്ചക്ഷന് തന്നെ 20,000-40,000 ഒക്കെ വില വരുന്ന ഇഞ്ചക്ഷനുകളാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ലോങ് ടൈം ഇഫക്റ്റ് കിട്ടുകയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇഫക്റ്റ് നിൽക്കുമ്പോൾ അല്ലാതെ ഇത്രയും കുറച്ച് ഇഞ്ചക്ഷൻ എടുത്തു ഞാൻ ഒരു വർഷത്തേക്ക്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ഓരോന്ന് വെച്ച് ഒരു മാസം എടുത്തുന്നതിൽ അത് അസുഖം പോകണമെന്നൊന്നുമില്ല. നമ്മൾ ബേസിക്കലി ഇതിൻ്റെ എല്ലാം അസുഖത്തിൻ്റെ റൂട്ട് കോസ് നമ്മൾ ഈ അലർജൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളെങ്കിൽ മാത്രമേ ഒരു ശാശ്വത പരിഹാരമാവുള്ളൂ. മറ്റതൊക്കെ ഒരു കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു സിംറ്റമാറ്റിക് റിലീഫ് മാത്രമേ ഈ മരുന്നുകൾ തരുള്ളൂ, അല്ലാതെ ഇല്ലെന്നാക്കാൻ പറ്റില്ല. പിന്നെ കുറച്ചെങ്കിലും ഇല്ലെന്നാക്കാൻ പറ്റുന്ന ഇമ്മ്യൂണോതെറാപ്പി പോലെയുള്ളത്. അതിനും ഫുഡ് അലർജിക്കൊന്നും അതിന് കാര്യമായിട്ട് റോളില്ല. കുറച്ച് ഈ ഇൻഹേലൻ്റ് പോലെയുള്ള എയറിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കിട്ടണമെന്നില്ല. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രീതിയിലുള്ള അലർജി എന്നത് ചിലപ്പോൾ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസിലേക്കോ അങ്ങനത്തെ രീതിയിലേക്ക് വേറൊരു ഡിലേഡ് റിയാക്ഷനിലേക്കോ ഒക്കെ മാറാനുള്ള ഒരു ചെറിയ പോസിബിലിറ്റിയും കൂടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ അലർജിയിൽ തന്നെ ബേസിക്കലി ഈ ഡിലേഡ് അലർജി എന്ന് പറഞ്ഞല്ലോ, ടൈപ്പ് 3 അലർജി അല്ല ടൈപ്പ് 4 അലർജിയാണ് നമ്മൾ അലർജിക് റിയാക്ഷൻ ആണ് ജനറലി നമ്മൾ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ള രീതിയിൽ നോക്കുന്നത്. ശരിക്കും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അലർജി. പക്ഷെ അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ജനറലി എടുക്കുന്ന അലർജിയിൽ നിന്ന് എടുക്കും. പക്ഷെ ഇത് ഒരു ഡിലേഡ് റിയാക്ഷനായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിന് ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ അലർജിയും ഓട്ടോഇമ്മ്യൂൺ ഡിസീസും തമ്മിലുള്ള ബന്ധവും കൂടെ ഒന്ന് നോക്കാം. ബേസിക്കലി നമ്മുടെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ അലർജിയും അതുപോലെ തന്നെയാണ്. ഉള്ളി തിങ് നമ്മൾ ജനറലി അലർജി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇമ്മീഡിയറ്റ് റിയാക്ഷൻ കാണിക്കുന്നതിനെ അലർജി എന്നും പറയും. ഡിലേഡ്, അതായത് നമ്മൾ ടൈപ്പ് 3 ടൈപ്പ് 4 ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടോക്സിൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിരിക്കും തുമ്മലും ചൊറിഞ്ഞു തടിക്കലും ഒക്കെ വരുന്നതിന് നമ്മൾ അലർജി എന്ന് പറയും. അതൊരു ഡിലേഡ് റിയാക്ഷനായിട്ട് മാറി വരുന്നതിനെയാണ് നമ്മൾ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് എന്ന് ജനറലി പറയുന്നത്. ബേസിക്കലി ഇത് രണ്ടും കണക്റ്റഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിലേഡ് റിയാക്ഷൻസിന് വേണ്ടിയിട്ട് വരുന്നതിന് നമ്മൾ യൂഷ്വലി ആൻറ്റി മെറ്റബോളൈറ്റ്സ് ഗ്രൂപ്പിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ആൻറ്റി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ജനറലി ആൻറ്റി മെറ്റബോളൈറ്റ്സ്. അതായത് മെത്തോട്രെക്സേറ്റ്, സൈക്ലോസ്പോറിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെ നമ്മൾ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം അലർജിക്കായിട്ടും ചില ഇതിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഇഫക്റ്റ് ഉണ്ട്. പിന്നെ ചിലതിലാണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്നുള്ളതുണ്ട്, എസത്തായോപ്രിൻ, മെക്കോഫിനേറ്റ്, ഇൻഫെനുലേറ്റ്, സൈക്ലോഫോസ്ഫമൈഡ്, അങ്ങനെ പല ടൈപ്പുള്ള ഈ ഗ്രൂപ്പിലുള്ള മരുന്നുകൾ ഇതെല്ലാം ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. പിന്നെ ലോഡോസ്, IL-2, ഇന്റർലൂക്കിൻ 2 എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. അതൊക്കെ ഒരു പിന്നെ ഇൻട്രാവിനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ഇതിൻ്റെ എല്ലാം പേരുകൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ചില മാബ്സ് ഉണ്ട്, ബെലിമുബാബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ, അതായത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, ഇതൊക്കെ നമ്മൾ ഡിലേഡ്
റിയാക്ഷൻസ് പോലെയുള്ളതോ അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ ഡിസീസിനും ഉപയോഗിക്കാറുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഈ അലർജി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അലർജിയെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് നമുക്കൊരു പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഈ അലർജി എന്ന് പറയുമ്പോൾ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പം ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു അലർജി ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത്. അപ്പം ഈ അലർജിക് റിയാക്ഷൻസ് ചൊറിയലാണേലും തുമ്മലാണേലും ശ്വാസമുട്ടലാണേലും ഏതാണേലും ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ്. അപ്പം ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ഫുഡിലെ omega-6 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഫാറ്റാണ്. അതൊരു വൈറ്റമിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മളുടെ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, omega-9 ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയിലുള്ളത്, അത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. പിന്നെ omega-9 ഉണ്ട്, അതാണ് ഒളിവ് ഓയിലുള്ളത്. പിന്നെ omega-6 ഉണ്ട്, അത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സൺഫ്ലവർ ഓയിലിലും എല്ലാ വെജിറ്റബിൾ ഓയിലിലും അതാണ് മെയിൻ. അതിൽ നിന്ന് ഈ omega-6 ഉണ്ടാക്കുന്ന ഇറക്കിഡോണിക് ആസിഡ് എന്നുള്ളൊരു ഫാറ്റ് ഉണ്ട്. അതാണ് നമ്മളുടെ സെൽ വോൾ, ഓരോ സെല്ലിനെയും കവർ ചെയ്തുകൊണ്ടൊരു സെൽ മെംബ്രെയിൻ ഉണ്ടാവും. ഈ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന ഫാറ്റ് വെച്ചാണ് ഈ മെംബ്രെയിനിൽ ഈ എറക്കിഡോണിക് ആസിഡ് എംബഡ് ചെയ്തിട്ടുണ്ടാവും. ആ എറക്കിഡോണിക് ആസിഡാണ് നമ്മളുടെ സെല്ലിൻ്റെ ന്യൂക്ലിയസ്. നമ്മളുടെ ബോഡിയിൽ ഒരു 50 ട്രില്യൺ സെൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ സെല്ലും ഇൻഡിവിജ്വൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർക്കെല്ലാം ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഓരോരുത്തരും ഓരോ ഷേപ്പും സ്വഭാവവും. നമ്മളുടെ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യൻ്റെ സ്വഭാവം തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെല്ലിനകത്ത് എല്ലാവരുടെയും ജെനറ്റിക്സ് ഒന്നാണേലും ഈ ഓരോ സെല്ലും തമ്മിൽ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ഇവർ പോയി ഈ അറക്കിഡോണിക് ആസിഡാണ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ്റെ കൊടുക്കാനുണ്ടാക്കുന്ന മെസ്സഞ്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും മെസ്സഞ്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഇൻഫ്ലമേഷൻ്റെത് അറക്കിഡോണിക് ആസിഡാണ്. ആൻറ്റി ഇൻഫ്ലമേഷൻ, അതായത് ഹീലിങ്ങിൻ്റെ omega-3യുടെ ഹയർ എൻഡ്, അതായത് omega-6ൻ്റെ ഹയർ എൻഡ് അറക്കിഡോണിക് ആസിഡാണ്. omega-3യുടെ ഹയർ എൻഡ് DHA-EPA എന്നൊക്കെ പറയുന്നതാണ്. അതാണ് നമ്മൾ ഈ ഫിഷ് ഓയിലൊക്കെ DHA-EPA എന്നൊക്കെ ഫിഷ് ഓയിലൊക്കെ കഴിക്കുന്നവർ ശ്രദ്ധിച്ചാൽ മതി, അതിൽ എഴുതിയിട്ടുണ്ടാകുന്നത്. അപ്പം ബേസിക്കലി മനുഷ്യൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഏറ്റവും ബെസ്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ജനറ്റിക്കലി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ omega-3യും 6യും 1:1 റേഷ്യോ ആയിരിക്കണം. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ പറ്റിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഇപ്പോഴത്തെ ഫുഡ് സ്റ്റൈൽ വെച്ചിട്ട് അത് 1:40 ഒക്കെയാണ് അമേരിക്കയിലൊക്കെ നടത്തിയിരിക്കുന്നത്. നമുക്കിവിടെ അതിനൊന്നുള്ള സ്റ്റഡീസ് ഇല്ല, പക്ഷെ അമേരിക്കയിലൊക്കെ നടത്തിയിരിക്കുന്നത് അത് ഒത്തിരി ഹൈ ആയിട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ നാച്ചുറലി അങ്ങനെ വരാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളുടെ ഫുഡിൽ omega-3 തീരെ കുറവാണ്. ഇപ്പം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ഓൾമോസ്റ്റ് 70% omega-6 ആണ്. ആൻഡ് omega-3 ഒട്ടുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈവൻ 1:60 1:40 1:60 1:70 എല്ലാം ആകാവുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഇപ്പം ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ തന്നെ വളരെ കുറവ്. കൊച്ചുകുട്ടി നമുക്കൊന്നും അത് കിട്ടാനുണ്ടാവില്ല, പ്രത്യേകിച്ച് ഈ എർബൻ സിറ്റി ലൈഫിലുള്ളവർക്ക് നിലക്കറികളൊന്നും കിട്ടുകയില്ല. പിന്നെ വല്ലതും കിട്ടുന്നത് ഫിഷൊക്കെ ആയിരിക്കും. ഫിഷ് പോലും നമുക്ക് ചാളയൊന്നും അത്രയൊന്നും അവൈലബിൾ അല്ല, അല്ലാത്ത ഫിഷാണല്ലോ കൂടുതൽ കിട്ടുന്നത്. അപ്പം ഓൾമോസ്റ്റ് നമ്മളുടെ ഫുഡിൽ omega-3 വളരെ കുറവും omega-6 വളരെ കൂടുതലും. അപ്പം നമ്മളുടെ ഈ ബാലൻസ് കംപ്ലീറ്റ് തെറ്റിയിരിക്കുന്നതാണ് അലർജി, ഓട്ടോഇമ്യൂൺ ഡിസീസ് എല്ലാം. നമ്മളുടെ ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററി ഗ്രൂപ്പിലാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും കാരണം മെയിൻലി ഇതാണെന്നുള്ളതാണ്. ഈ omega-3-6 ബാലൻസ് തെറ്റിയിരിക്കുന്നു. പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലിലെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ വന്നു. അപ്പം ബോഡിയിൽ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നു, ഫുഡിലും എല്ലാം വന്നിരിക്കുന്ന മൾട്ടി ഫാക്ടോറിയലാണ് ഇതെല്ലാം കൂടാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്. പിന്നെ സ്ട്രെസ്സും ഈ അലർജിയായിട്ടും വളരെ കണക്ഷനുണ്ട്. അത് ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മതി. നമുക്കൊരു സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ നമുക്ക് അലർജിക് റിയാക്ഷൻ, ഈവൻ ചൊറിച്ചിൽ വരുന്നവർക്കാണെങ്കിൽ ചൊറിച്ചിൽ, ശ്വാസമുട്ടൽ വരുന്നവർക്കാണെങ്കിൽ ശ്വാസമുട്ടൽ, ഈവൻ തലവേദന വരുന്നവർക്കാണ് തലവേദന, വയറിന് ഈ അസ്വസ്ഥതകൾ വരുന്ന ഇൻഫ്ലമേറ്ററി ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞുള്ളവരുണ്ടല്ലോ, അതും ഒരു രീതിയിലുള്ള അലർജിക് റിയാക്ഷനാണ്. അത് ഫുഡുമായിട്ട് കണക്റ്റഡ് ആകും,
അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ്സുമായിട്ടും കൂടെ കണക്റ്റഡ് ആകാമെന്നുള്ളതാണ്. പിന്നെ അതിനൊപ്പമുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് മാത്രമല്ല എക്സസ് പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ omega-6 എക്സസ് വരുന്നതും omega-3 കുറവ് വരുന്നതും. അതുപോലെ ഏത് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ നമ്മൾ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നു, ഫുഡ്, കളറ്, പ്രിസർവേറ്റീവ്സ്, ടേസ്റ്റ് മേക്കേഴ്സ്, കോസ്മെറ്റിക്സ്, ഇതെല്ലാം നമ്മുടെ ടോക്സിൻസും കൂട്ടുന്നു. അപ്പം ആ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. അതായത് നമ്മൾ ഒരു അലർജി ഉള്ള ഒരാൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്ത ഫുഡ് കഴിക്കുക, കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം നിർത്തുക. കോസ്മെറ്റിക്സ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ കളർ ഡൈ ചെയ്തില്ലെങ്കിലും അതിനോട്, കാരണം ഇപ്പം ഈവൻ സ്കിന്ന് ഹെയറിൻ്റെ ഡൈയും ലിപ്സ്റ്റിക്കും ഒക്കെ അഡിക്റ്റഡ് ആയിപ്പോയി. ഒരു ദിവസം നമുക്ക് ഇടാതിരിക്കാൻ, ഇപ്പം നമ്മൾ ആൽക്കഹോളിനേക്കാൾ ഉള്ള അഡിക്ഷന് പോലെ തന്നെ സ്ട്രോങ് ആയി വരികയാണ് ഈ കോസ്മെറ്റിക്സിനോടുള്ള, അതായത് നമ്മുടെ ഹാബിറ്റിനോടുള്ള അഡിക്ഷനും വരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം ഡെയിലി ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇടാതെ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് വരുന്നു. അതുപോലെ ഹെയർ കളർ ചെയ്ത് ഹെയർ ഡൈ ചെയ്ത് ബ്ലാക്ക് ആക്കിക്കൊണ്ട് നടക്കുന്ന, നമ്മൾ ഇന്ത്യൻസൊക്കെ ബ്ലാക്ക് കളറാണല്ലോ, ബ്ലാക്ക് ആക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്ക് അത് ചെയ്യാതെ പുറത്തിറങ്ങാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. അപ്പം ഇതും, പിന്നെ അതുപോലെ തന്നെ പലതരം മെഡിസിൻസും നമ്മളിപ്പം ഈ ഡയബറ്റീസിന്, ഹൈപ്പർ ടെൻഷന്, കൊളസ്ട്രോളിന്, ഇതിനെല്ലാം മരുന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടുള്ള അലർജി ആവാം, അതും ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ആകും. പിന്നെ ഇതെല്ലാം ഒരു ടോക്സിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു അലർജി വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്നില്ലാതെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒക്കെ നമ്മുടെ ജീവിതശൈലി കറക്റ്റായിട്ടുള്ള ഫുഡും എക്സസൈസും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നതേ ഉള്ളൂ. കളറും പ്രിസർവേറ്റീവ്സും ഇട്ട് ഫുഡ് നമ്മൾ കുറയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ മോഡറേറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ടോക്സിൻസും, അതുപോലെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന omega-6 ഫാറ്റ്, അതും ഒരു ടോക്സിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ കൊഴുപ്പ് കൊണ്ട്, കൊഴുപ്പിനകത്തുള്ള omega-6 കൊണ്ട്, പിന്നെ കൊഴുപ്പിനടിഞ്ഞ് കൂടുന്ന മറ്റു പല ടോക്സിക് ഘടകങ്ങളും ഉണ്ടാവും. ഇത് ഒഴിവാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം പലർക്കും ഇല്ലാത്തത് ഉറക്കമാണ്. ഉറങ്ങാൻ കിട്ടാത്തതുകൊണ്ടല്ല, ഫോണിൽ കുത്തിയും കമ്പ്യൂട്ടറിൽ കളിച്ചു നോക്കിയിരിക്കുന്ന കാരണം ഉറക്കം അങ്ങ് 10, 11, 12 മണിയായാലും ഉറങ്ങിയില്ല. അതും നമ്മളുടെ അസുഖങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുക. അപ്പം അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റും. ഇപ്പം നമ്മൾ സ്ട്രെസ്സ് വരുന്നത് തന്നെ ഈ ടോക്സിൻസ് എല്ലാം അടിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്ട്രെസ്സ് വരും. അപ്പം നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ബേസിക്കലി ഈ കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ നമുക്ക് അലർജി കുറച്ചുകൊണ്ട് വരാൻ പറ്റും. പിന്നെ നമ്മൾ ഫുഡ് തന്നെയാണെങ്കിലും ഏത് കഴിക്കുമ്പോഴാണ് നമുക്കിത് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ പല അസുഖങ്ങളും മൾട്ടിപ്പിൾ സാധനങ്ങളോട് അലർജിയൊക്കെ ഉണ്ടപ്പോൾ നമുക്ക് സെൽഫായിട്ട് കണ്ടുപിടിക്കാനോ മാനേജ് ചെയ്യാനോ പറ്റിയില്ല എന്നിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് സെൽഫ് മാനേജ്മെൻറ്റ് പറ്റാതെ വരുമ്പോൾ കൂടുതൽ ഡെയിലി എന്നുള്ളതുപോലെ അലർജിക്കും ആസ്മയ്ക്കും ഇൻഹേലർ എടുക്കേണ്ടി വരുന്നു, ഡെയിലി സെട്രസിനോ അതിലോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടും പറ്റാതെ വന്നിട്ട് നമ്മൾ ഈ മാബൊക്കെ പോലെയുള്ള കോസ്റ്റ്ലി ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അതായത് ഒരു ക്ലിനിക്കൽ മോണിറ്ററിങ്ങോടുകൂടി നമ്മൾ ഫുഡും എക്സസൈസും ഒക്കെ നോക്കി അതിലെങ്ങനെയാണ് പതുക്കെ മരുന്ന് കുറച്ചുകൊണ്ട് വരാനാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ അലർജി ഉള്ളവർ, പ്രത്യേകിച്ചും ഇപ്പോൾ അനഫിലാക്സിസ് റിയാക്ഷൻ വരുന്നവർ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഇൻസെക്റ്റ് ബൈറ്റ് അല്ലെങ്കിൽ ഈ ഫിഷർമാനൊക്കെ പോലെയുള്ളവരുണ്ടല്ലോ, അവർക്ക് ഈ ഫിഷിനെയൊക്കെ പിടിക്കുമ്പം എന്തെങ്കിലും കുത്ത് കെട്ടിയിട്ട് അനഫിലാക്സിസ് റിയാക്ഷൻ, പ്രത്യേകിച്ച് ഫോറസ്റ്റിൽ റിമോട്ട് ഏരിയയിൽ പോകേണ്ടി വരുമോ അല്ല ടൂർ പോകേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ റിയാക്ഷൻസ് വരുന്നവർ, അലർജിക്ക് ഇതുള്ളവർ എപ്പോഴും എമർജൻസി മെഡിസിൻ കരുതി വയ്ക്കണം. അതിനകത്ത് ഒന്ന് സ്റ്റീറോയിഡ് ടാബ്ലറ്റ്സ്, നമുക്ക് ഈ പ്രഗ്നിസലോൺ, ഡെക്സാമെഥസോൺ എന്നൊക്കെ പറഞ്ഞ് ടാബ്ലറ്റ് ഫോമിലുണ്ട്. പക്ഷേ സിവിയർ റിയാക്ഷൻ വരുന്നവരാണെങ്കിൽ അതിൽ നമ്മൾ ഈ അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ പോലും കരുതി, നമ്മളുടെ ഇവിടെ അതങ്ങനെ കിട്ടാറില്ല. എപ്പിപെൻ ഓട്ടോ ഇഞ്ചക്ടർ എന്നും പറഞ്ഞ് കിട്ടും. അത് സാധാരണ ഈ വെസ്റ്റേണേഴ്സൊക്കെ ഈ ഇങ്ങനത്തെ ഇതിലൊക്കെ പോകുമ്പോൾ, അവർ ടൂറൊക്കെ പോകുമ്പോൾ അതും കൂടെയൊക്കെ കൊണ്ടാണ് പോകുന്നത്. അപ്പം നമ്മളാണേലും അതുപോലത്തെ ഈ
അഡ്രിനാലിൻ പോലെയുള്ള ഇഞ്ചക്ഷനും സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനും അങ്ങനെ അത് അനഫിലാക്സിസ് വരുന്നതും ഇങ്ങനത്തെ ഇൻസെക്ട് ബൈറ്റൊക്കെ കിട്ടാൻ സാധ്യതയുള്ളവർ അറ്റ്ലീസ്റ്റ് ടാബ്ലറ്റ് ഫോമിലുള്ള സ്റ്റീറോയിഡ്സും ആൻറ്റി അലർജൻസും ഒക്കെ കയ്യിൽ കരുതി വയ്ക്കുക. കാരണം ഒരിക്കലും നമുക്ക് 100% അലർജി വരില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെ ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്താലും ചിലപ്പോൾ ഒരു അലർജിൻ്റെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഡീൽ ചെയ്യാനുള്ളതും കൂടെ നമുക്ക് അതിനുള്ള ഒരു പ്രൈമറി നോളജും ഉണ്ടാകണം. അതിനുള്ള കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ എപ്പോഴും എമർജൻസി മെഡിസിനായിട്ട് ഉണ്ടാകും. നെക്സ്റ്റ്, നമ്മൾ അലർജി ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒന്ന്, അലർജിക്ക് കാരണം ഇമ്മ്യൂണിറ്റി അപാകതയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ട്രെസ് ഉണ്ടാക്കുന്ന വസ്തുക്കളെ തിരിച്ചറിയാനും അവയെ ഒഴിവാക്കി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വിശ്രമം കൊടുക്കാനും കഴിഞ്ഞാൽ മാത്രമേ അലർജിയിൽ നിന്നും മുക്തി നേടാനാവൂ. മൂന്ന്, ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രവർത്തനങ്ങളുടെ ബാലൻസ് നിയന്ത്രിക്കുന്ന omega-3, 6 എന്നീ കൊഴുപ്പുകളിലെ ഭക്ഷണത്തിലെയും ശരീരത്തിലെ സ്റ്റോർഡ് കൊഴുപ്പിലെയും അനുപാതം 1:1 എത്തിക്കാനും നിലനിർത്താനും കഴിയുന്നു എന്നതും പ്രധാനമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്ന് മോചനം നേടാനും സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയത വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോമസ് 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിലെത്താൻ വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും
അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാൻ കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ എന്താണ് നമുക്ക് ഒരു അലർജിയോ അല്ലെങ്കിൽ മറ്റ് അലർജിക് റിയാക്ഷൻസോ ഉള്ള പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. സാധാരണ ഒന്ന് ചൊറിച്ചിൽ, പലരും ഇങ്ങനെ ചൊറിഞ്ഞതടിച്ച് വീലും അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ ആസ്മ, 2 നേരവും 3 നേരവും ഒക്കെ ഇൻഹേലർ ഉപയോഗിച്ചാലും പറ്റാത്ത നിലയിലുള്ളവരുണ്ടാകും. പിന്നെ അല്ലെങ്കിൽ അത് വെച്ച് മാനേജ് ചെയ്ത് പോകുന്നവരായിരിക്കും. പിന്നെ പലർക്കും ഈ രോഗങ്ങളുടെ ആസ്മയോ അലർജിയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകും. അത് മരുന്നുകൾ വെച്ചൊക്കെ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ടാകും. അതിൻ്റെ കൂടെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനും ഹാർട്ട് പ്രോബ്ലംസും ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ആർത്രൈറ്റിസ് പോലെയുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ തൈറോയ്ഡ് പോലെയുള്ള തൈറോയ്ഡോ വയറിൻ്റെ പ്രോബ്ലംസും ഒക്കെ പോലുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസിലേക്ക് വന്നിട്ടുണ്ടാകും. ഒരു മെറ്റബോളിക്, കൊളസ്ട്രോളും ഷുഗറും അതുപോലത്തെ പ്രശ്നങ്ങൾ. അപ്പം പലപ്പോഴും നമ്മൾ ജസ്റ്റ് അലർജി ഉള്ളവർ മാത്രമല്ല, ജസ്റ്റ് അലർജി തുമ്മലും മാത്രമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്ക് അത് എന്താണെന്ന്, പിന്നെ ചിലർക്ക് പലരും ഒത്തിരി ഓവർ വെയിറ്റ് ആയിരിക്കും. അലർജി എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല, ചിലർ അണ്ടർ വെയിറ്റ് ആയിരിക്കും, ചിലർ ആസ്മയും ഇതൊക്കെ ഉള്ളവർ, ചിലർ ഓവർ വെയിറ്റ് ആയിട്ടുള്ളവരും ഉണ്ടാകും. അപ്പം ബേസിക്കലി ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ ബോഡിയുടെ പ്രൊപ്പോർഷൻസ് കറക്റ്റ് ചെയ്ത്, ബോഡിയിൽ ടോക്സിൻസ് ഉണ്ടെങ്കിൽ അത് കളയുക. നമ്മളുടെ omega-6 ഒത്തിരി കൂടുതൽ, പലപ്പോഴും ഇലിഞ്ഞിരിക്കുന്നവർക്ക് പോലും ഫാറ്റ് ലെവൽ ഒത്തിരി കൂടുതലായിരിക്കും. അവർ വയ്യാതെ വന്ന് എക്സസൈസും ഒന്നും ചെയ്യാതെ ബോണും മസിലും എല്ലാം ആയിരിക്കും പോയിരിക്കുന്നത്. മൊത്തത്തിൽ വെയിറ്റും കുറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ ഫാറ്റ് ലെവൽ ഒത്തിരി കൂടുതലായിരിക്കും. ഐഡിയലി നമ്മളുടെ ജെൻസിനൊക്കെ ആണെങ്കിൽ ഒരു 10 to 15% ഫാറ്റും, ലേഡീസിനാണെങ്കിൽ ഒരു 15 to 25% ഫാറ്റേ പാടുള്ളൂ. അത് മിക്കവാറും ഇങ്ങനത്തെ രോഗമുള്ളവർക്കൊക്കെ 30-40% ഒക്കെ ആയിരിക്കും. അപ്പം അത് കറക്റ്റായിട്ട് കുറച്ചുകൊണ്ട് വരുമ്പോഴേ ഈ ഫാറ്റിനകത്ത് കുറേ ടോക്സിൻസും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ഫാറ്റ് കുറച്ചുകൊണ്ട് വരണം, മസിലും ബോണും ബിൽഡപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ബേസിക്കലി വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടണം. ഓവർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ കാലറി അധികം പാടില്ല, അണ്ടർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ കാലറിയും കുറച്ചും കൂടെ കൂടുതലാവാം. പക്ഷെ നമുക്ക് അലർജി ഇല്ലാത്തത് നമുക്ക് ബോഡിക്ക് ഏറ്റവും പറ്റിയ ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ omega-6 കൂടുതലായിരിക്കും, അതുകൊണ്ട് omega-6 തീരെ കുറയ്ക്കണം, omega-3 കൂടുതലുണ്ടാകണം. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫുഡായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മോണിറ്റർ എത്രയാണ് അലർജിക് ഇൻഫ്ലമേറ്ററി ലെവല്, ഇയോസിനോഫിൽ കൗണ്ടും, അതുപോലെ IG ലെവലും, അതുപോലെ HSCRP, CRP, ESR, ഇങ്ങനത്തെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും കൂടെ നോക്കും. എന്നിട്ട് ഇത് നോക്കി കറക്റ്റ് ആവുന്നുണ്ടോ, സിംറ്റമാറ്റിക്കലിയും കറക്റ്റ് ആവണം, ബോഡി ബ്ലഡ് ലെവലിൽ കറക്റ്റ് ആവണം, പിന്നെ ബോഡി കോമ്പോസിഷൻ ലെവലും കറക്റ്റ് ആവണം. അത്ര എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി ഒത്തിരി ഒബേസിറ്റി ഒന്നും ഇല്ലാത്തവരാണ് 3 to 6 months കൊണ്ട് നമുക്ക് ബോഡിയെ കറക്റ്റ് ചെയ്യാം. യൂഷ്വലി സിംറ്റം ഫ്രീ മിക്കവാറും പേർക്ക് നമ്മൾ ഈ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മിക്കവാറും ഇതിൻ്റെ മന്ത് നമുക്ക് എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. ഈവൻ ആസ്മയ്ക്കൊക്കെ 2-3 നേരമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും 2 തരം ഇൻഹേലറൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാണേലും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മന്ത് ആകുമ്പോഴേക്കും അവരുടെ ഒരാഴ്ച ആകുമ്പോഴേക്കും തന്നെ അവരുടെ നമ്പർ ഓഫ് ഇൻഹേലറിൻ്റെ കുറച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴേ അവർ പറയും 1-2 ദിവസം ആഴ്ചയിൽ 1-2 പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. വേറെ 1 മാസമൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു എക്സ്പോഷർ വരുമ്പോൾ, ഇപ്പം ഒരു പൊടിയടിക്കോ അങ്ങനെയുള്ള ഒരു നിലയിലേക്ക് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് ചൊറിച്ചിലാണെങ്കിലും, ആസ്മയാണേലും, തുമ്മലാണേലും, കണ്ണിൽ ചൊറിച്ചിലാണേലും, അങ്ങനെയുള്ള എല്ലാത്തിലും. ഇപ്പം ചില കുട്ടികളൊക്കെ എന്നെ ഓർക്കുന്നു, ഒരു 14 വയസ്സൊക്കെ ഉള്ളൊരു കൊച്ച്, അതിന് എല്ലാ ദിവസവും ഈ മൂക്കിലടിക്കാനായിട്ടുള്ള അലർജിക്ക് വേണ്ടി കൊടുക്കും, കണ്ണിൽ ഡ്രോപ്പ് ഒഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ഒരു ദിവസം മറന്നു പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോഴേക്കും കണ്ണ് ചുമന്നിരിക്കുന്ന ഒരു കുട്ടി ഉണ്ടാകും. അപ്പോൾ 1 മാസം കൊണ്ട് അവർക്ക് അതൊക്കെ ആ മരുന്നുകളെല്ലാം മാറ്റാൻ പറ്റി. കുട്ടികൾക്കൊക്കെ ഈ അലർജിയും ഇത് മാറിക്കഴിയുമ്പോഴേക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പഠിത്തവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ അലർജി എന്ന് വരുമ്പോൾ ആ ചൊറിച്ചിലോ മൂക്ക് തുമ്മലോ കണ്ണ് മാത്രമല്ല, അത് നമ്മുടെ ബ്രെയിനിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അസ്വസ്ഥതയായിരിക്കും. ഈ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ ഏറ്റവും കൂടുതൽ
ഏറ്റവും പ്രഷറൈസ്ഡ് ആയിട്ട് പഠിക്കുന്ന സമയമാണല്ലോ. എക്സാം ടൈമിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവരുടെ മൊത്തത്തിൽ പെർഫോമൻസ് കൂടുന്നു എന്നുള്ളതാണ്. ഈ അലർജിയും ഇങ്ങനത്തെ അസ്വസ്ഥതകൾ മാറുമ്പോഴേക്കും ആ സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റം മാത്രമല്ല മാറുന്നത്, അവരുടെ ആ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഈവൻ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും എല്ലാം കൂടി വരുന്നു എന്നുള്ളതാണ്. പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മിക്കവാറും പേര് ഈ അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ കിഡ്നിയിലെ ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ എല്ലാത്തിലും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റും കൂടെ വരും. മിക്കവാറും എല്ലാ മരുന്നുകളും ഇതിൻ്റെ മന്ത് നമുക്ക് കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റും. പിന്നെ അതൊന്ന് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഏത് ഭക്ഷണത്തിനോടായിരുന്നു അലർജി എന്ന് കണ്ട് അതിനെ ഒഴിവാക്കുക. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ വല്ല സദ്യക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഫുള്ളി ഒന്നും നോക്കാൻ പറ്റിയില്ല എന്നിരിക്കും. അങ്ങനെ വന്നാൽ അത് ഒരു അലർജിക് റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് മരുന്ന് കഴിച്ച് അതിനെ സപ്രസ് ചെയ്ത് വെക്കാനും കൂടെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മളുടെ ബോഡിയുടെ പ്രോബ്ലംസ് നോക്കിയും കണ്ടും ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അപ്പോൾ ബേസിക്കലി നമ്മൾ പേഷ്യൻറ്റും അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകണം. ഒരു ബേസിക് ഇൻ്റലിജൻസ് നമ്മളുടെ ബോഡിയുടെ കാര്യമില്ലേ, നമ്മൾ പഠിക്കാതെ വേറെ ആർക്കും പറ്റില്ലല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്ത് നിന്ന് മാറാൻ പറ്റുന്നുള്ള. എത്ര സിവിയർ ആണ് ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് ആസ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വെരി കോസ്റ്റ്ലി 40,000 ഒക്കെ വിലയുള്ള ഇഞ്ചെക്ഷൻസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം അത് മാറ്റാൻ പറ്റും. മറ്റുള്ള മരുന്നും ഇതും എല്ലാം എടുത്തിട്ടും പ്രോബ്ലം ഉള്ളവർക്ക് ഒരു മരുന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഇതൊക്കെ ജീവിതശൈലി രോഗമാണ്. നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അത് പഠിക്കണം. അപ്പം നമ്മൾ ഈ സ്കൂളിലും 12 വർഷം നമ്മൾ സയൻസും മാത്സും ഒക്കെ പഠിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 to 6 months നമ്മുടെ ബോഡിയെക്കുറിച്ച് പഠിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി പ്രോജക്റ്റും ഒക്കെ, അതായത് കുറച്ച് എക്സസൈസും ഫുഡ് കൺട്രോളും ഒക്കെ ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ മാറ്റാൻ പോസിബിൾ ആണെന്നുള്ളത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും അറിയാനാകും. ഡോക്ടറെക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോയും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാകണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയുമുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.